നമസ്കാരം. ഒരിക്കലെങ്കിലും കണ്ണാടിക്ക് മുൻപിൽ നിന്ന് സ്വന്തം മുഖത്തേക്ക് നോക്കി നിങ്ങൾ നെടുവീർപ്പിട്ടിട്ടുണ്ടോ? കണ്ണിന് താഴെ വീണ കറുപ്പ്, നെറ്റിയിൽ തെളിയുന്ന വരകൾ, പണ്ടത്തെ ആ തിളക്കം എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ, വയസ്സായി തുടങ്ങി എന്ന് മനസ്സ് മന്ത്രിക്കുന്ന ആ നിമിഷം. ഇതൊരു സ്വാഭാവികമായ മാറ്റമാണെന്ന് നമ്മൾ സമാധാനിക്കും. എന്നാൽ ഒരു രഹസ്യം പറയട്ടെ, നമ്മൾ വിശ്വസിക്കുന്നതുപോലെ പ്രായമെന്നത് വെറുമൊരു അക്കമല്ല, അതൊരു ബയോളജിക്കൽ പ്രക്രിയയാണ്. പക്ഷേ ശാസ്ത്രം, പ്രത്യേകിച്ച് ആധുനിക അലോപ്പതി, ഇന്ന് പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ ശരീരത്തിന് പ്രായമാകുന്നത് തടയാനും ഉള്ളിലെ കോശങ്ങളെ 10 വർഷം പുറകിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? പക്ഷേ ഇത് സത്യമാണ്. 2026 പടിവാതിൽക്കൽ എറ്റുനിൽക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം എന്തായിരിക്കണം? പണമുണ്ടാക്കലല്ല, വീട് വയ്ക്കലല്ല. അത് സ്വന്തം ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ സംരക്ഷിക്കുക എന്നതായിരിക്കണം. ഈ വീഡിയോ വെറുമൊരു ഹെൽത്ത് ടിപ്പല്ല, ഇതൊരു യാത്രയാണ്. വരുന്ന 60 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരിക്കും. 90% രോഗങ്ങളെയും എങ്ങനെ പടിക്ക് പുറത്തു നിർത്താമെന്നും യൗവനം തുളുമ്പുന്ന ഒരു ശരീരം എങ്ങനെ സ്വന്തമാക്കാമെന്നും ശാസ്ത്രീയമായി, എന്നാൽ കഥകളിലൂടെ നമുക്ക് പഠിക്കാം. നമുക്കൊരു കഥയിൽ തുടങ്ങാം. രഘുവും മോഹനും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരേ പ്രായമുള്ള 2 സുഹൃത്തുക്കളാണ്. 45 വയസ്സ്. രഘുവിനെ കണ്ടാൽ ഒരു 55 വയസ്സ് തോന്നിക്കും. എപ്പോഴും ക്ഷീണം, കോണിപ്പടികൾ കയകുമ്പോൾ കിതപ്പ്, ഷുഗറും കൊളസ്ട്രോളും കൂട്ടുകാരായി കൂടെയുണ്ട്. ഇതൊക്കെ ഈ പ്രായത്തിൻ്റേതാടോ എന്നാണ് രഘുവിൻ്റെ സ്ഥിരം പല്ലവി. എന്നാൽ മോഹനെ കണ്ടാൽ 30-32 വയസ്സേ പറയൂ. എന്താണിവർ തമ്മിലുള്ള വ്യത്യാസം? നമ്മളിൽ പലരും വിചാരിക്കുന്നത് രോഗങ്ങൾ വരുന്നത് വിധിയാണെന്നാണ്, അല്ലെങ്കിൽ പാരമ്പര്യമാണെന്ന്. എന്നാൽ മോഡേൺ മെഡിസിൻ പറയുന്നത് ശ്രദ്ധിക്കൂ. 90% ജീവിതശൈലീ രോഗങ്ങളും നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ്. ബാക്കി 10% മാത്രമേ ജനിതകമായ കാരണങ്ങളുള്ളൂ. നമ്മുടെ ശരീരം ലോകത്തിലെ മികച്ച ഒരു കാർ പോലെയാണ്. ചിന്തിക്കൂ, കോടികൾ വിലമതിക്കുന്ന ഒരു കാർ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ നിങ്ങൾ മണ്ണെണ്ണ ഒഴിക്കുമോ? അത് ചെളി പിടിച്ചു കിടക്കാൻ അനുവദിക്കുമോ? ഇല്ലല്ലോ. കൃത്യമായി സർവീസ് ചെയ്യും, നല്ല പെട്രോൾ അടിക്കും. പക്ഷേ കാറിനേക്കാൾ വിലപിടിപ്പുള്ള സ്വന്തം ശരീരത്തിലേക്ക് നമ്മൾ എന്താണ് ഒഴിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ അവസാനമായി ഈ ശരീരമൊന്ന് സർവീസ് ചെയ്തത്? സുഹൃത്തേ, അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ടെലോമിയേഴ്സ് എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ DNA-യുടെ അറ്റത്തുള്ള ചെറിയ തൊപ്പികൾ പോലെയാണിവ. ഷൂലേസിന്റെ അറ്റത്തുള്ള പ്ലാസ്റ്റിക് കവർ പോലെ. നമ്മൾ പ്രായമാകുന്തോറും, അല്ലെങ്കിൽ തെറ്റായ ജീവിതരീതികൾ പിന്തുടരുന്തോറും ഈ ടെലോമിയറുകളുടെ നീളം കുറയുന്നു. അങ്ങനെയാണ് തൊലി ചുളിയുന്നതും അവയവങ്ങൾ പണിമുടക്കുന്നതും. എന്നാൽ സന്തോഷകരമായ വാർത്ത എന്താണെന്നോ? ശരിയായ ശ്രദ്ധ കൊടുത്താൽ ഈ പ്രക്രിയയെ നമുക്ക് മന്ദഗതിയിലാക്കാം, ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാനും സാധിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോക്ടർമാർ മരുന്നിന് കുറിപ്പടി എഴുതും മുൻപേ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ പറയാൻ സമയം കിട്ടാത്ത ചില കാര്യങ്ങളാണ്. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് 2026ലേക്കുള്ള ആ വലിയ യാത്ര തുടങ്ങാം. ഈ യാത്രയിൽ നമ്മൾ 5 പ്രധാന മേഖലകളിലൂടെ കടന്നുപോകും. നമ്മൾ കഴിക്കുന്ന വിഷം, ഭക്ഷണം, നമ്മൾ മറന്നുപോയ മരുന്ന്, ഉറക്കം, ശരീരത്തിന്റെ ഭാഷ, വ്യായാമം, മനസ്സിന്റെ ശാസ്ത്രം, സ്ട്രെസ് മാനേജ്മെന്റ്, അലോപ്പതി പറയുന്ന സപ്ലിമെന്റ് രഹസ്യങ്ങൾ. 2026ൽ നിങ്ങൾക്ക് പുത്തനുണർവ് നൽകുന്ന ആദ്യത്തെ കാര്യം ഒരു തിരിച്ചറിവാണ്. എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവ്. പലപ്പോഴും നമ്മൾ ആശുപത്രിയിലെത്തുന്നതുവരെ കാത്തിരിക്കും. ഒരു നെഞ്ചുവേദന വന്നാലോ അല്ലെങ്കിൽ ഒരു തലകറക്കം വന്നാലോ മാത്രം ഡോക്ടറെ കാണുന്ന രീതി. ഇതിനെയാണ് സിക്ക് കെയർ എന്ന് പറയുന്നത്, അതായത് രോഗം വന്ന ശേഷം ചികിത്സിക്കൽ. നമുക്ക് വേണ്ടത് ഹെൽത്ത് കെയർ ആണ്, രോഗമില്ലാത്ത അവസ്ഥ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ എവിടെയാണെങ്കിലും ഒരു നിമിഷം കണ്ണടച്ചിരിക്കൂ. നിങ്ങളുടെ ശരീരത്തോടൊന്ന് സംസാരിക്കൂ. ക്ഷമിക്കണം, ഇത്രയും നാളും നിന്നെ ഞാൻ അവഗണിച്ചു. ആവശ്യത്തിന് വെള്ളം തന്നില്ല, വിശ്രമം തന്നില്ല, ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് മനസ്സ് വിഷമിപ്പിച്ചു. പക്ഷേ ഇനി അങ്ങനെയല്ല. ഈയൊരു പ്രതിജ്ഞയാണ് നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 90% രോഗങ്ങളുടെയും മൂലകാരണം എവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ വയറ്റിലാണ്. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണമാണോ അതോ മെല്ലെ കൊല്ലുന്ന വിഷമാണോ? അടുത്ത ഭാഗത്തിൽ നമ്മുടെ അടുക്കളയിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മളെ പ്രായമാക്കുന്ന ആ വില്ലന്മാരെക്കുറിച്ച് ഞാൻ പറയാം. ഒപ്പം
നിങ്ങളുടെ രക്തക്കുഴലുകളെ 20 വയസ്സുകാരൻ്റേതുപോലെ ആക്കാൻ സഹായിക്കുന്ന ആധുനിക ഡയറ്റ് രീതികളെക്കുറിച്ചും. നമ്മുടെ അടുക്കളയിലേക്കൊന്ന് കണ്ണോടിക്കാം. അവിടെ ഏറ്റവും ഭംഗിയുള്ള ചില്ലുഭരണികളിലിരിക്കുന്ന വെളുത്തു തുടുത്ത ആ സുന്ദരനെ കണ്ടിട്ടില്ലേ? അതെ, പഞ്ചസാര. നമ്മൾ മലയാളികൾക്ക് പഞ്ചസാര വെറുമൊരു രുചിയല്ല, അതൊരു വികാരമാണ്. ചായയിൽ, പായസത്തിൽ, എന്തിന് കറികളിൽ പോലും ഒരൽപ്പം പഞ്ചസാര ചേർക്കുന്നവരുണ്ട്. ജീവിതം കൈപ്പുള്ളതാകുമ്പോൾ മധുരം കഴിക്കൂ എന്നൊക്കെ നമ്മൾ കവിതാരൂപത്തിൽ പറയും. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ അലോപ്പതി ഇതിനെ വിളിക്കുന്നത് വൈറ്റ് പോയിസൺ അഥവാ വെളുത്ത വിഷം എന്നാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർമാർ പഞ്ചസാരയെ ഇത്രയധികം ഭയക്കുന്നത്? പ്രമേഹം വരും എന്നതുകൊണ്ട് മാത്രമാണോ? അല്ലേ അല്ല. ശ്രദ്ധിച്ചു കേൾക്കൂ. 2026-ൽ നിങ്ങൾക്ക് ചെറുപ്പം നിലനിർത്തണമെങ്കിൽ ഈ വാക്കോർമ്മിക്കുക: ഗ്ലൈക്കേഷൻ. ഇതൊരു ശാസ്ത്രീയ നാമമാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു തുരുമ്പിക്കൽ പ്രക്രിയയാണിത്. നിങ്ങൾ പഞ്ചസാര കഴിക്കുമ്പോൾ അത് രക്തത്തിലേക്ക് കുതിച്ചെത്തുന്നു. ഈ അധികമായി വരുന്ന പഞ്ചസാര നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനുകളുമായി, പ്രത്യേകിച്ച് തൊലിക്കു മുറുക്കം നൽകുന്ന കൊളാജനുമായി കൂടിച്ചേരുന്നു. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. പുതിയൊരു റബ്ബർ ബാൻഡ് എടുക്കുക. അത് വലിച്ചാൽ നല്ല പോലെ വലിയും, വിട്ടാൽ പഴയ രൂപത്തിലേക്ക് വരും. ഇതാണ് യുവത്വമുള്ള ചർമ്മം. എന്നാൽ ആ റബ്ബർ ബാൻഡ് വെയിലത്ത് കിടന്ന് ഉണങ്ങിപ്പോയാലോ? വലിച്ചാൽ അത് പൊട്ടിപ്പോകും, അതിൽ വിള്ളലുകൾ വരും. ഗ്ലൈക്കേഷൻ ചെയ്യുന്നത് ഇതാണ്. പഞ്ചസാര നിങ്ങളുടെ കൊളാജനെ വലിഞ്ഞു മുറുക്കി പൊട്ടാറായ റബ്ബർ ബാൻഡ് പോലെയാക്കുന്നു. ഫലമോ? മുഖത്ത് ചുളിവുകൾ, ചർമ്മം തൂങ്ങൽ, വയസ്സു തോന്നിക്കൽ. അതുകൊണ്ട് 2026-ലെ നമ്മുടെ ആദ്യത്തെ ശത്രു പഞ്ചസാരയാണ്. ചായയിലെ മധുരം കുറച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ബേക്കറി പലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, പാക്കറ്റ് ജ്യൂസുകൾ ഇവയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയെ തിരിച്ചറിയണം. രണ്ടാമത്തെ വില്ലൻ കുറച്ചുകൂടി അപകടകാരിയാണ്. അവനെ നമ്മൾ വിളിക്കുന്നത് ഇൻഫ്ലമേഷൻ അഥവാ വീക്കം എന്നാണ്. നമുക്ക് കയ്യിൽ ഒരു മുറിവ് പറ്റിയാൽ എന്ത് സംഭവിക്കും? അവിടെ ചുവന്ന തടിക്കും, ചൂടാകും, വേദനിക്കും. ഇത് പുറമേ കാണുന്ന വീക്കം. ശരീരം ആ മുറിവിനെ ഉണക്കാൻ നടത്തുന്ന ശ്രമമാണത്. അത് നല്ലതാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന തെറ്റായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് റിഫൈൻഡ് ഓയിലുകൾ, മൈദ, പ്രോസസ് ചെയ്ത മാംസം ഇവ സ്ഥിരമായി ഉള്ളിലെത്തുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ ഒരു തീപിടുത്തമുണ്ടാകുന്നു. ഇതിനെ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കുന്നു. പുറമേ കാണില്ല, വേദനയറിയില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങളുടെ അവയവങ്ങൾ പതിയെ വെന്തുരുകുകയാണ്. ഹൃദ്രോഗം, ക്യാൻസർ, അൾഷിമേഴ്സ്, സന്ധിവേദന ഈ ഭീകരന്മാരുടെയെല്ലാം അമ്മ എന്ന് പറയുന്നത് ഈ വീക്കമാണ്. നമ്മൾ മലയാളികൾക്ക് പൊരിച്ചതും വറുത്തതും പ്രിയമാണ്, എണ്ണയിൽ മുങ്ങി നിവരുന്ന ആ വിഭവങ്ങൾ. പക്ഷേ ഓർക്കുക, ഓരോ തവണയും പഴകിയ എണ്ണയോ നിലവാരമില്ലാത്ത വെജിറ്റബിൾ ഓയിലുകളോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കോശങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. 2026-ൽ നമുക്കൊരു മാറ്റം വേണ്ടേ? കാറിന്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ സ്വന്തം ശരീരത്തിലെ എണ്ണയുടെ കാര്യത്തിൽ കാണിക്കാറുണ്ടോ? പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ, പിന്നെ എന്തു കഴിക്കും, എല്ലാം വിഷമല്ലേ എന്ന്. അല്ല, പ്രകൃതി നമുക്ക് നൽകിയ അമൃതുണ്ട്, നല്ല കൊഴുപ്പുകൾ. നമ്മുടെ തലച്ചോറിന്റെ 60% കൊഴുപ്പാണ്. അതിന് പ്രവർത്തിക്കാൻ നല്ല ഇന്ധനം വേണം. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ. മത്തിയും അയല പോലുള്ള ചെറിയ മീനുകൾ, വാൾനട്ട്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഇവയൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും മിതമായ അളവിൽ ഉപയോഗിക്കാം. ഈ 2026-ൽ ഒരു തീരുമാനമെടുക്കൂ. സൺഫ്ലവർ ഓയിലും മറ്റ് റിഫൈൻഡ് ഓയിലുകളും അടുക്കളയിൽ നിന്ന് പടിയിറക്കിവിടും. പകരം ശുദ്ധമായവ ഉപയോഗിക്കും. വറുത്തത് കുറയ്ക്കും, പകരം ആവിയിൽ വേവിച്ചത് ശീലമാക്കും. ഇനി ഒരു രഹസ്യം കൂടിയുണ്ട്. എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം എപ്പോൾ കഴിക്കുന്നു എന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ പൂർവികർക്ക് ഷുഗറും പ്രഷറും കുറവായിരുന്നു. അവർക്ക് ജിമ്മിൽ പോകേണ്ടി വന്നിരുന്നില്ല. കാരണം അവർ സൂര്യനെ നോക്കിയാണ് ജീവിച്ചിരുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ ഭക്ഷണം, അസ്തമിക്കുമ്പോൾ വിശ്രമം. ഇന്ന് നമ്മളോ രാത്രി 11-നും 12 മണിക്കും ഫുഡ് ഓർഡർ ചെയ്യുന്ന സംസ്കാരം. നമ്മുടെ വയർ ഒരു മിക്സി പോലെയാണ്. 24 മണിക്കൂറും അത് കറങ്ങിക്കൊണ്ടിരുന്നാൽ മോട്ടോർ കത്തിപ്പോകില്ലേ? അതിനും വേണ്ടേ വിശ്രമം. ഇവിടെയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അഥവാ ഇടവിട്ടുള്ള ഉപവാസം എന്ന ആശയം കടന്നുവരുന്നത്. ഇതൊരു ഡയറ്റല്ല, ഇതൊരു ജീവിത രീതിയാണ്. 2026-ൽ നിങ്ങളുടെ ചെറുപ്പം തിരിച്ചുപിടിക്കാൻ ഇതിലും വലിയൊരു മരുന്നില്ല. ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് കൃത്യമായി എങ്ങനെ ചെയ്യണം? 16 മണിക്കൂർ പട്ടിണി കിടക്കണോ? വേണ്ട, ലളിതമായൊരു വഴിയുണ്ട്. രാത്രി 8 മണിക്ക് മുൻപ് അത്താഴം കഴിക്കുക. പിന്നെ അടുത്ത ദിവസം രാവിലെ 8 മണിവരെ, അതായത് 12 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ച് വയറിന് വിശ്രമം നൽകുക. ഈ 12 മണിക്കൂർ സമയം നിങ്ങളുടെ ശരീരം എന്തു ചെയ്യുമെന്നറിയാമോ? അത് ദഹനപ്രക്രിയ നിർത്തിവെച്ചിട്ട് റിപ്പയറിംഗ് ജോലികൾ തുടങ്ങും.
കേടുവന്ന കോശങ്ങളെ നന്നാക്കും, അഴുക്കുകളെ പുറന്തള്ളും. ഇതിനെ ഓട്ടോഫാഗി എന്ന് വിളിക്കും. ശരീരം സ്വയം വൃത്തിയാക്കുന്ന മാജിക്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡോക്ടർ ഉണർന്നിരുന്ന് ചികിത്സിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. അതാണ് ഫാസ്റ്റിംഗ് നൽകുന്ന ഗുണം. പക്ഷേ ഈ ഇന്റേണൽ ഡോക്ടർക്ക് പണിയെടുക്കാൻ മറ്റൊരു കാര്യം കൂടി അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും ഒട്ടും വില കൊടുക്കാത്ത, എന്നാൽ ജീവശ്വാസം പോലെ പ്രധാനപ്പെട്ട ഒന്ന്: ഉറക്കം. അടുത്ത ഭാഗത്തിൽ 2026-ൽ നിങ്ങളുടെ തലച്ചോറിനെയും സൗന്ദര്യത്തെയും കാത്തുസൂക്ഷിക്കാൻ ഉറക്കത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. വെറുതെ കിടന്നാൽ പോരാ, എങ്ങനെ ഗുണമേന്മയുള്ള ഉറക്കം നേടാം അറിയണ്ടേ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വില കുറച്ച് കാണുന്ന മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ പലരും പറയും ഉറക്കം. പക്ഷെ മോഡേൺ ഹെൽത്ത് സയൻസ് പറയുന്നത് ഉറക്കം ഒരു വിശ്രമമല്ല, അത് റിപ്പയർ ഷിഫ്റ്റാണ്. ഒരാശുപത്രിയിൽ രാത്രി ഡ്യൂട്ടിക്ക് നിൽക്കുന്ന നഴ്സ് സുഹാനയെക്കുറിച്ചൊരു ചെറിയ കഥ. പകലിൽ അവൾ സുന്ദരിയായി ആക്റ്റീവായി കാണും. പക്ഷെ തുടർച്ചയായി 2-3 ദിവസം രാത്രി ഡ്യൂട്ടി വന്നാൽ അവളുടെ മുഖത്തിന്റെ നിറം മാറും, കണ്ണിന് താഴെ കറുപ്പ് കട്ടിയാകും, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരും. ഇത് തളർച്ച മാത്രമല്ല, ഇത് ശരീരത്തിലെ ഹോർമോണുകളുടെ ഭാഷയാണ്. ഉറക്കം തകരുമ്പോൾ ശരീരം റിപ്പയർ ജോലികൾ പിന്നിലേക്ക് മാറ്റുന്നു. അതിന്റെ പകരം സർവൈവൽ മോഡ് ഓണാക്കുന്നു. ഇവിടെ ഒരു ഉപമ ഓർക്കുക. നിങ്ങളുടെ ശരീരം ഒരു വലിയ നഗരമാണ്. പകൽ സമയത്ത് ട്രാഫിക്, ജോലി, ഓട്ടം എല്ലാം നടക്കും. രാത്രി ആ നഗരം നിശബ്ദമാകുമ്പോൾ റോഡുകൾ പണി ചെയ്യുന്ന ടീമുകൾ ഇറങ്ങും, മാലിന്യം നീക്കും, പൊട്ടിയ പൈപ്പുകൾ ശരിയാക്കും. അതുപോലെയാണ് നല്ല ഉറക്കം. എനിക്ക് രാത്രി ഉറങ്ങാൻ ഇഷ്ടമല്ല, ഞാൻ നൈറ്റ് ഔളാണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ശരീരത്തിനുള്ളിൽ ഒരു ജൈവ ഘടികാരം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ സെർക്കാഡിയൻ റിതം എന്ന് പറയുന്നു. ഈ ഘടികാരം കുഴഞ്ഞാൽ ഉറക്കം മാത്രമല്ല, ഊർജം, വിശപ്പ്, മൂഡ്, വണ്ണം എല്ലാം കുഴയാമെന്നതാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. രാത്രി വൈകി തെളിഞ്ഞ സ്ക്രീൻ ലൈറ്റ് കാണുന്നതുപോലുള്ള കാര്യങ്ങൾ ശരീരത്തിന്റെ ഇപ്പോൾ രാത്രി എന്ന സിഗ്നൽ കലക്കിവിടാമെന്നും ചില പഠനങ്ങൾ പറയുന്നു. അതിനാൽ 2026-ലെ ആദ്യത്തെ സ്മാർട്ട് റെസല്യൂഷൻ ഇതായിരിക്കട്ടെ: രാത്രി ഉറക്കം ഞാൻ കൃത്യമായി കാക്കും, കാരണം അതെന്റെ യുവത്വത്തെ കാക്കുന്നു. നല്ല ഉറക്കത്തിനുള്ള പ്രധാന ഹോർമോണുകളിലൊന്നാണ് മെലറ്റോണിൻ. ഇരുട്ട് കൂടുമ്പോൾ ശരീരത്തിന് ഇനി വിശ്രമം എന്ന് പറഞ്ഞുകൊടുക്കുന്ന സന്ദേശകന്റെ ജോലി മെലറ്റോണിൻ ചെയ്യുന്നു. ഇപ്പോൾ ചിന്തിക്കുക, രാത്രി 11 മണിക്ക് കിടക്കയിൽ കിടന്ന് നിങ്ങൾ റീലുകൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അതൊരു സൂര്യോദയം പോലെ തലച്ചോറിന് തോന്നാം. അപ്പോഴാണ് ഉറക്കം വരാത്തതും കിടക്കയിൽ കിടന്നിട്ടും മനസ്സ് ഓടിക്കൊണ്ടിരിപ്പും അടുത്ത ദിവസം ഉണരുമ്പോൾ നിന്നലെ ഉറങ്ങിയില്ല എന്ന തോന്നലും വരുന്നത്. ഇവിടെ ഒരു ലളിതമായ നിയമം: കിടക്കുന്നതിന് 60 മിനിറ്റ് മുൻപ് സ്ക്രീൻ ഓഫ്, അല്ലെങ്കിൽ കുറഞ്ഞത് മങ്ങിയ വെളിച്ചം, നോട്ടിഫിക്കേഷൻ ഓഫ്. ഈ ഒരു മാറ്റം മാത്രം 2026-ൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണമേന്മ ഉയർത്താൻ സഹായിക്കാം. ചിലർ 8 മണിക്കൂർ കിടക്കും, എന്നിട്ടും ഉണരുമ്പോൾ ക്ഷീണം. കാരണം ഉറക്കം മണിക്കൂർ മാത്രമല്ല, അത് ആഴത്തിലേക്ക് പോകണം, തുടർച്ചയായി തകരാതെ വരണം. നല്ല ഉറക്കം കിട്ടിയ ദിവസത്തിന്റെ അടയാളങ്ങൾ: രാവിലെ അലാറമില്ലാതെ എഴുന്നേൽക്കാൻ തോന്നും. പകൽ മധ്യാഹ്നം തന്നെ തളർന്നു വീഴുന്നത് കുറയും. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം കുറയും. മനസ്സിന് സ്ഥിരത കൂടും. ഇതിനെ 2026-ൽ ഒരു പരീക്ഷണം പോലെ കാണുക. 14 ദിവസം തുടർച്ചയായി ഉറക്കം സംരക്ഷിക്കുക. ശരീരം തന്നെ മറുപടി പറയാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ വലിയ വില്ലൻ സ്ട്രെസ്. സ്ട്രെസ് എന്നത് വെറുമൊരു മനസ്സിന്റെ പ്രശ്നമല്ല, അത് ശരീരത്തിലെ ഹോർമോണുകളെയും പ്രതിരോധശേഷിയെയും ബാധിക്കാമെന്നതാണ് മെഡിക്കൽ വിശദീകരണം. സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകളുടെ നില മാറാം എന്നാണ് അറിയപ്പെടുന്നത്. തുടർച്ചയായ സ്ട്രെസ് ഉറക്കം തകർക്കുകയും പിന്നെ ഉറക്കം കുറഞ്ഞതുകൊണ്ട് സ്ട്രെസ് കൂടുകയും ചെയ്യുന്ന ഒരു ദുശ്ചക്രം പലർക്കുമുണ്ടാകാം. ഇവിടെ ഒരു കഥ. നിങ്ങളുടെ വീട്ടിലെ വാതിൽക്കൽ ഒരാൾ ദിവസേന കല്ലെറിഞ്ഞു ഓടിമറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാകുമോ? അതാണ് സ്ഥിരം ടെൻഷൻ. ജോലി, കടം, കുടുംബം, സോഷ്യൽ മീഡിയയിലെ താരതമ്യം എല്ലാം കൂടി മനസ്സിന്റെ വാതിലിലേക്ക് കല്ലെറിയുന്ന ശീലങ്ങൾ. 2026-ൽ നമ്മൾ പഠിക്കേണ്ടത് പ്രശ്നങ്ങളില്ലാതാക്കലല്ല, പ്രശ്നങ്ങൾക്ക് നടുവിലും ശരീരത്തെ ശാന്തമാക്കുന്ന വിദ്യയാണ്. ചാപ്റ്റർ 13: ശാന്തമാകാനുള്ള 3 മിനിറ്റ് മരുന്ന്. ഇപ്പോൾ ഒരു ചെറിയ പ്രാക്ടീസ്. ഇത് ചെയ്യാൻ സമയം വേണമെന്നില്ല, 3 മിനിറ്റ് മതി. മൂക്കുവഴി 4 സെക്കൻഡ് ശ്വാസം ഉൾക്കൊള്ളുക, 2 സെക്കൻഡ് പിടിക്കുക, 6 സെക്കൻഡ് പതുക്കെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ 6 റൗണ്ട്. ഈ രീതിയിലുള്ള മന്ദശ്വസനം ശരീരത്തിലെ കാം മോഡ് അഥവാ
പാരാസിമ്പത്തറ്റിക് റെസ്പോൺസ് സജീവമാക്കാൻ സഹായിക്കുന്നതായി ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ചിന്തയുടെ വേഗം കുറയും, ഉള്ളിലൊരു ഇടവേള തുറക്കും. ഇനിയൊരു പുതിയ വർഷ കരാർ എഴുതി വയ്ക്കാം. വലിയ വാക്കുകൾ വേണ്ട, 5 ചെറിയ നിയമങ്ങൾ. രാത്രി ഒരേ സമയം കിടക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്ര സ്ഥിരത. കഫെയിൻ അഥവാ ചായ കാപ്പി വൈകിട്ട് ശേഷമുള്ള സമയം കുറയ്ക്കുക. രാത്രി ഭക്ഷണം വളരെ വൈകിക്കരുത്. കിടക്കുന്നതിന് കുറച്ചു മണിക്കൂർ മുമ്പ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിനു മുമ്പ് 10 മിനിറ്റ് ഫോണില്ലാത്ത നിശബ്ദ സമയം. കിടക്കയിൽ കിടന്നാൽ നാളെയെല്ലാം ചിന്തിക്കാതിരിക്കാൻ ഒരു ചെറിയ പ്രാർത്ഥന അല്ലെങ്കിൽ കൃതജ്ഞത അല്ലെങ്കിൽ ജേണൽ ശീലം. ഇതൊരു നിയമമല്ല, ജീവിതത്തെ തിരിച്ചുപിടിക്കാനുള്ള കരുണയാണ്. അടുത്ത ഭാഗത്തിൽ ശരീരത്തെ ചെറുപ്പം നിലനിർത്തുന്ന മൂന്നാമത്തെ വലിയ രഹസ്യത്തിലേക്ക് പോകാം: വ്യായാമം. പക്ഷേ ജിമ്മെന്ന പേടി വേണ്ട. വീട്ടിൽ ചെറിയ സമയം ശരീരത്തിന് സന്തോഷം തരുന്ന രീതിയിൽ എങ്ങനെ ചലനം ഒരു മരുന്നാക്കാമെന്നതാണ് അടുത്തത്. ഒരു പഴയ സൈക്കിൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപയോഗിക്കാതെ ഒരിടത്ത് തന്നെ വെച്ചാൽ എന്തു സംഭവിക്കും? ടയർ കാറ്റുപോകും, ചെയിൻ തുരുമ്പിക്കും, അവസാനം അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. പക്ഷെ ദിവസവും ഓടിക്കുന്ന സൈക്കിളോ? അതെത്ര വർഷം കഴിഞ്ഞാലും മിനുസത്തോടെ ഓടും. നമ്മുടെ ശരീരവും ഇതുപോലെയാണ്. പലരും 2026 റെസല്യൂഷൻ ലിസ്റ്റിൽ എഴുതുന്ന കാര്യമാണ് ജിമ്മിൽ പോകണമെന്നത്. പക്ഷെ ജനുവരി 15 ആകുമ്പോഴേക്കും ആ ഉഷാറ് പോകും. എന്തുകൊണ്ട്? നമ്മൾ വ്യായാമത്തെ ഒരു ശിക്ഷയായിട്ടാണ് കാണുന്നത്. വണ്ണം കുറയ്ക്കാൻ, വയറ് കുറയ്ക്കാൻ കഷ്ടപ്പെടണം എന്ന ചിന്ത. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് മറ്റൊന്നാണ്: മോഷൻ ഈസ് ലോഷൻ. അതായത് നിങ്ങളുടെ സന്ധികൾക്കും എല്ലുകൾക്കും ഇടയിലുള്ള ലൂബ്രിക്കേഷൻ നടക്കണമെങ്കിൽ ശരീരം ചലിച്ചേ മതിയാകൂ. ഇരിക്കുക എന്നത് പുതിയ പുകവലി അഥവാ സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് 2026 നമ്മൾ ജിമ്മിൽ പോകാൻ പ്രതിജ്ഞയെടുക്കണ്ട. പകരം ഞാൻ ചലിച്ചുകൊണ്ടിരിക്കും എന്നൊരു തീരുമാനം മതി. വ്യായാമം ചെയ്യാൻ വലിയ മെഷീനുകളോ ഭാരമേറിയ ഡംബൽസോ വേണമെന്ന് ആരാണ് പറഞ്ഞത്? ശാസ്ത്രം പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ വാക്കുണ്ട്: നീറ്റ് അഥവാ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനസിസ്. പേരുകേട്ട് പേടിക്കണ്ട. ഇതിന്റെ അർത്ഥം ലളിതമാണ്: വ്യായാമമല്ലാത്ത ശാരീരിക അധ്വാനം. നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ മുറിയിലൂടെ നടക്കുന്നുണ്ടോ? അതാണ് നീറ്റ്. ലിഫ്റ്റ് ഒഴിവാക്കി പടികൾ കയറുന്നുണ്ടോ? അതും നീറ്റാണ്. വീട് തൂത്തുവാരുന്നുണ്ടോ? അതും നീറ്റാണ്. ഈ ചെറിയ ചലനങ്ങളാണ് ജിമ്മിലെ 1 മണിക്കൂറിനേക്കാൾ കൂടുതൽ കലോറി കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 2026 നമുക്കൊരു പുതിയ ശീലം തുടങ്ങാം. ഓരോ 30 മിനിറ്റ് ഇരിക്കുമ്പോഴും വെറും 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക, ഒന്ന് നടക്കുക. ഈ ഒറ്റ മാറ്റം നിങ്ങളുടെ രക്തത്തിലെ ഷുഗർ ലെവലിനെ അത്ഭുതകരമായി നിയന്ത്രിക്കും. ഇനി കുറച്ചു സീരിയസ് ആയൊരു കാര്യം: 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? ഓരോ വർഷവും നമ്മുടെ പേശികൾ അഥവാ മസിൽസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ സാർക്കോപീനിയ എന്ന് വിളിക്കുന്നു. പ്രായമാകുമ്പോൾ വീഴുന്നതും എല്ലു പൊട്ടുന്നതും ബാലൻസ് തെറ്റുന്നതും ഇതുകൊണ്ടാണ്. പേശികൾ ക്ഷയിക്കുമ്പോൾ എല്ലുകൾക്ക് സംരക്ഷണമില്ലാതാകുന്നു. അതുകൊണ്ട് 2026 നമുക്ക് ശരീരത്തിനൊരു കവചം പണിയണം. അതിന് റെസിസ്റ്റൻസ് ട്രെയിനിംഗ് അഥവാ പേശികൾക്ക് ബലം കൊടുക്കുന്ന വ്യായാമങ്ങൾ അത്യാവശ്യമാണ്. ഇതിനർത്ഥം ബോഡി ബിൽഡർ ആകണമെന്നല്ല. സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് ഏത്തമിടുക, സ്ക്വാട്സ്. ചുമരിൽ കൈകുത്തി പുഷപ്പ് എടുക്കുക. 5 കിലോ അരിച്ചാക്കെടുത്ത് മാറ്റുന്നതുപോലും ഒരു വ്യായാമമാണ്. നിങ്ങളുടെ പേശികൾ വെറും മാംസകഷ്ണങ്ങളല്ല, അവ ആയുസ് നീട്ടിത്തരുന്ന അവയവങ്ങളാണ്. ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി. പേശികൾ എത്രത്തോളം ബലമുള്ളതാണോ അത്രത്തോളം കാലം നിങ്ങൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കും. ചാപ്റ്റർ 18 ദ മാജിക് വാക്ക്. നടത്തമെന്ന മാന്ത്രികവിദ്യ. ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ഫലപ്രദമായ വ്യായാമം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ: നടത്തം. രാവിലെയോ വൈകുന്നേരമോ ഉള്ള 30 മിനിറ്റ് നടത്തം. അത് ഹൃദയത്തിന് മാത്രമല്ല, മനസ്സിനും മരുന്നാണ്. നടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോർസിൻസ് എന്ന സന്തോഷ ഹോർമോണുകൾ ഉണ്ടാകുന്നു. സ്ട്രെസ് കുറയാനും നല്ല ഉറക്കം കിട്ടാനും ചിന്തകൾ തെളിയാനും ഇതിലും നല്ലൊരു വഴി വേറെയില്ല. ഒരു കഥ പറയട്ടെ. ഗാന്ധിജിയും ഐൻസ്റ്റീനും സ്റ്റീവ് ജോബ്സുമൊക്കെ നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു. അവരുടെ വലിയ ചിന്തകൾ പിറന്നത് ആ നടത്തത്തിനിടയിലാണ്. 2026
നടക്കുമ്പോൾ പാട്ട് കേൾക്കുകയോ ഫോൺ നോക്കുകയോ ചെയ്യാതെ പ്രകൃതിയെ കണ്ട് സ്വന്തം ശ്വാസത്തെ അറിഞ്ഞു നടക്കാൻ ശ്രമിക്കൂ. അതിനെ മൈൻഡ്ഫുൾ വാക്കിംഗ് എന്നു പറയും. അത് നൽകുന്ന ഉണർവ് വേറെ തന്നെയാണ്. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞു, വ്യായാമത്തെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ പലരും ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്, ഡോക്ടർ, ഇതൊക്കെ ചെയ്താലും ക്ഷീണം മാറുന്നില്ലല്ലോ, വൈറ്റമിൻ ഗുളികകൾ കഴിക്കണോ, സപ്ലിമെന്റുകൾ അത്യാവശ്യമാണോ? വിപണിയിൽ കിട്ടുന്ന ആയിരക്കണക്കിന് ഹെൽത്ത് സപ്ലിമെന്റുകളിൽ ഏതാണ് സത്യം, ഏതാണ് തട്ടിപ്പ്? അടുത്ത ഭാഗത്തിൽ 2026-ൽ നിങ്ങളുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ശാസ്ത്രം അംഗീകരിച്ച ചില സപ്ലിമെന്റുകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാം. ഇന്നത്തെ കാലത്ത് ഫാർമസിയിൽ ചെന്നാൽ കണ്ണു തള്ളിപ്പോകും. A to Z വൈറ്റമിനുകൾ, പ്രോട്ടീൻ പൗഡറുകൾ, കൊളാജൻ ഡ്രിങ്കുകൾ, ഇവയൊക്കെ കഴിച്ചാലേ ആരോഗ്യമുണ്ടാകൂ എന്ന് പരസ്യങ്ങൾ നമ്മളെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ സത്യമെന്താണ്? നമ്മുടെ ശരീരത്തിന് വേണ്ട 99% കാര്യങ്ങളും നല്ല ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. പക്ഷേ ഒരു വലിയ പക്ഷേ അവിടെയുണ്ട്. നമ്മുടെ മണ്ണിലെ ഗുണനിലവാരം കുറഞ്ഞു, കീടനാശിനികൾ കൂടി, നമ്മൾ വീടിനുള്ളിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചില വിടവുകൾ നികത്താൻ സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. ശ്രദ്ധിക്കുക, ഇത് മരുന്നല്ല. ഭക്ഷണത്തിൽ കിട്ടാതെ പോകുന്നതിനെ സപ്ലിമെന്റ് ചെയ്യുക, പൂരിപ്പിക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. 2026-ൽ അനാവശ്യമായ മൾട്ടിവൈറ്റമിനുകൾ വാരി വിഴുങ്ങാതെ കൃത്യമായി എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് വെയിലിനൊരു പഞ്ഞവുമില്ല. പക്ഷേ മലയാളികളിൽ 70% പേർക്കും വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മൾ വെയിലിനെ പേടിച്ചു കുടപിടിക്കുന്നു, സൺസ്ക്രീൻ തേക്കുന്നു, AC മുറികളിലിരിക്കുന്നു. വൈറ്റമിൻ ഡി വെറുമൊരു വൈറ്റമിനല്ല, അതൊരു ഹോർമോൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലിന്റെ ബലം, പ്രതിരോധശേഷി എന്നിന് ഡിപ്രഷൻ വരാതിരിക്കാൻ പോലും ഇത് വേണം. നിങ്ങൾക്കെപ്പോഴും നടുവേദനയാണോ, ക്ഷീണമാണോ, മുടി കൊഴിച്ചിലുണ്ടോ? ഒന്നുപോയി വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തു നോക്കൂ, അത്ഭുതപ്പെടും. പ്രകൃതി തരുന്ന സൗജന്യ മരുന്നാണ് സൂര്യപ്രകാശം. രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള വെയിൽ ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ശരീരത്തിൽ കൊള്ളിക്കുക. ഇനി അതിന് പറ്റാത്തവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റ് കഴിക്കുന്നത് 2026-ലെ നല്ലൊരു തീരുമാനമായിരിക്കും. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കാലിൽ പേശിവലിവ് വരുന്നു, വല്ലാത്ത ഉത്കണ്ഠ. ഇതിനൊക്കെ കാരണം ചിലപ്പോൾ മഗ്നീഷ്യം എന്ന ധാതുവിന്റെ കുറവാകാം. നമ്മുടെ പച്ചക്കറികളിലും ഇലക്കറികളിലും പണ്ട് ധാരാളം മഗ്നീഷ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ കൃഷിരീതികൾ കാരണം അത് കുറഞ്ഞു. സ്ട്രെസ് കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും നല്ല ഉറക്കം കിട്ടാനും മഗ്നീഷ്യം സഹായിക്കും. ബദാം, മത്തങ്ങ വിത്തുകൾ, പംകിൻ സീഡ്സ്, ചീര, കശുവണ്ടി എന്നിവയിൽ ഇത് ധാരാളമുണ്ട്. ഉറങ്ങുന്നതിനു മുൻപ് ഇളം ചൂടുള്ള പാലിൽ ഒരു നുള്ളു മഞ്ഞളും കുരുമുളകും ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ പഴയ രീതിയാണ്. അതിലേക്ക് 2 ബദാം കൂടി ചേർത്താലോ? നാച്ചുറൽ മഗ്നീഷ്യം സപ്ലിമെന്റ് റെഡി. നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല കൊഴുപ്പ് ഓർമ്മയില്ലേ? ഒമേഗ-3. നമ്മുടെ ശരീരം സ്വന്തമായി ഒമേഗ-3 ഉണ്ടാക്കില്ല, അത് പുറത്തുനിന്ന് തന്നെ കൊടുക്കണം. മീൻ കഴിക്കാത്തവർക്ക് അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആയവർക്ക് ഇത് പലപ്പോഴും കിട്ടാറില്ല. ഓർമ്മശക്തി കുറയുന്നു എന്ന് പരാതി പറയുന്നവർ ശ്രദ്ധിക്കുക. തലച്ചോറിന്റെ ഭക്ഷണം ഇതാണ്. ഒമേഗ-3 സപ്ലിമെന്റുകൾ അഥവാ ഫിഷ് ഓയിൽ കഴിക്കുന്നത് ഹൃദയത്തിനും തലച്ചോറിനും 2026-ൽ നൽകാവുന്ന വലിയൊരു സമ്മാനമാണ്. പക്ഷേ ഓർക്കുക, ഡോക്ടറുടെ ഉപദേശമില്ലാതെ ടിവിയിൽ കണ്ടതുകൊണ്ട് മാത്രം സപ്ലിമെന്റുകൾ വാങ്ങരുത്. രക്തപരിശോധന നടത്തി കുറവുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. അതാണ് ബുദ്ധി. സപ്ലിമെന്റുകളുടെ പിന്നാലെ പോയിട്ട് നാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്: ജീവജലം, വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. തലച്ചോറ് ചുരുങ്ങിപ്പോകാതിരിക്കാൻ, ചർമ്മം തിളങ്ങാൻ, കിഡ്നി വൃത്തിയായിരിക്കാൻ വെള്ളം കുടിച്ചേ മതിയാവൂ. 2026-ൽ ഒരു സ്മാർട്ട് ബോട്ടിൽ കൂടെ കരുതുക. ദാഹിക്കുമ്പോൾ മാത്രമല്ല, ദാഹിക്കുന്നതിന് മുൻപേ വെള്ളം കുടിക്കുക. നിങ്ങളുടെ മൂത്രത്തിന്റെ നിറം തെളിഞ്ഞ വെള്ളം പോലെയാണെങ്കിൽ നിങ്ങൾ സേഫാണ്. മഞ്ഞയാണെങ്കിൽ ശരീരം കരയുകയാണ്, വെള്ളം തരൂ എന്ന്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ശാരീരികമായ മാറ്റങ്ങളെക്കുറിച്ചാണ്: ഭക്ഷണം, ഉറക്കം, വ്യായാമം, സപ്ലിമെന്റുകൾ. എന്നാൽ ഇതെല്ലാം ചെയ്താലും രോഗം മാറാത്ത ചിലരുണ്ട്. മരുന്ന് കഴിച്ചാലും വേദന മാറാത്തവർ. എന്തുകൊണ്ടാണെന്നോ? അവരുടെ മനസ്സ് രോഗഗ്രസ്തമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ കോശങ്ങളെ മാറ്റാൻ കഴിവുണ്ട്. അടുത്ത ഭാഗത്തിൽ മൈൻഡ് ബോഡി കണക്ഷൻ എന്ന അത്ഭുതകരമായ ശാസ്ത്രത്തെക്കുറിച്ച് പറയാം. നിങ്ങളുടെ മനസ്സുകൊണ്ട് എങ്ങനെ ശരീരത്തെ സുഖപ്പെടുത്താം. പ്ലസീബോ ഇഫക്റ്റ് എന്നാൽ എന്താണ്?
ഈ രഹസ്യം കൂടി അറിഞ്ഞാൽ 2026-ൽ നിങ്ങൾ വേറെ ലെവലാകും. നിങ്ങളെപ്പോഴെങ്കിലും പ്ലസീബോ ഇഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? രസകരമായൊരു പരീക്ഷണ കഥ പറയാം. 2 ഗ്രൂപ്പ് രോഗികൾ, ഒരേ രോഗം, ഒരേ വേദന. ആദ്യത്തെ ഗ്രൂപ്പിന് ഡോക്ടർ വില കൂടിയ ശക്തമായൊരു വേദന സംഹാരി നൽകി. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഡോക്ടർ കൊടുത്തത് വെറും പഞ്ചസാര ഗുളികയാണ്. പക്ഷെ അവരോട് പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച മരുന്നാണ്, കഴിച്ച ഉടനെ വേദന മാറും. എന്ത് സംഭവിച്ചുവെന്നറിയാമോ? രണ്ടാമത്തെ ഗ്രൂപ്പിനെ ഭൂരിഭാഗം പേർക്കും വേദന മാറി, മരുന്നില്ലാതെ വെറും വിശ്വാസം കൊണ്ടു മാത്രം. ഇതാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി. എനിക്ക് ഭേദമാകും എന്ന് മനസ്സുറപ്പിച്ചു വിശ്വസിച്ചാൽ തലച്ചോറ് സ്വന്തമായി ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ഡോപ്പമിനും എൻഡോർഫിനും ഒക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. 2026-ൽ നിങ്ങൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമിതാണ്: നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവശാസ്ത്രത്തെ മാറ്റാൻ കഴിവുണ്ട്. എപ്പോഴും എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിതനാണ്, എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരീരം അതനുസരിക്കും, അത് തളരും. നേരെമറിച്ച് ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ഊർജ്ജമുണ്ട് എന്ന് ഓരോ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി പറയൂ, മാറ്റം കാണാം. നമ്മൾ നേരത്തെ ഭക്ഷണത്തിലെ വിഷത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിനേക്കാൾ വലിയ വിഷം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്: പക, വിദ്വേഷം, അസൂയ, കുറ്റബോധം. ഒരു കാര്യം ചോദിക്കട്ടെ, പണ്ടാരോ നമ്മളോട് ചെയ്ത തെറ്റോർത്ത് ഇന്നും നമ്മൾ സങ്കടപ്പെടാറില്ലേ? ആ വ്യക്തി ചിലപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടാകും. പക്ഷെ നമ്മളോ? നമ്മൾ ആ പഴയ തീക്കനൽ നെഞ്ചിൽ വെച്ച് നീറുകയാണ്. സത്യത്തിൽ കോപവും വെറുപ്പും ഉള്ളിൽ വെക്കുന്നത് വിഷം നമ്മൾ കുടിച്ചിട്ട് മറ്റൊരാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ നിറയ്ക്കും. ഇത് നമ്മുടെ പ്രതിരോധശേഷിയെ കാർന്നു തിന്നും. 2026-ലെ ഏറ്റവും വലിയ ഡീടോക്സ് എന്താണെന്നോ? ജ്യൂസ് കുടിക്കലല്ല, മനസ്സിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളലാണ്. ക്ഷമിക്കുക, വിട്ടുകളയുക. അത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടിയാണ്. ലെറ്റ് ഗോ ടു ലെറ്റ് ഗ്രോ. നമ്മൾ ജീവിക്കുന്നത് ബഹളങ്ങളുടെ ലോകത്താണ്. ഫോൺ നോട്ടിഫിക്കേഷൻ, TV, വണ്ടികളുടെ ശബ്ദം. തലച്ചോറിനൊരൽപ്പം പോലും വിശ്രമമില്ല. ദിവസവും വെറും 10 മിനിറ്റ് മൊബൈലും TVയും മാറ്റിവെച്ച് വെറുതെ ഒന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ധ്യാനം എന്ന് കേൾക്കുമ്പോൾ കാട്ടിൽ പോയി തപസ് ചെയ്യണം എന്ന് വിചാരിക്കണ്ട. കണ്ണടച്ച് സ്വന്തം ശ്വാസം വരുന്നത് ശ്രദ്ധിക്കുക. മനസ്സ് കാടുകയറിയാൽ സ്നേഹത്തോടെ അതിനെ തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇത്രയുള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സ്കാനിംഗ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. ഓർമ്മശക്തി കൂടുന്നു, സ്ട്രെസ് കുറയുന്നു, പ്രായം റിവേഴ്സ് ചെയ്യുന്നു. ഈ 2026-ൽ ശരീരത്തിന് ജിമ്മ് കൊടുക്കുന്നതുപോലെ മനസ്സിനും ഒരു ജിമ്മ് കൊടുക്കൂ. 10 മിനിറ്റ് നിശ്ശബ്ദത. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന മനുഷ്യരുള്ള സ്ഥലങ്ങളെ ബ്ലൂ സോൺസ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ജപ്പാനിലെ ഒക്കിനാവ. അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്താണെന്നോ? ഡയറ്റ് മാത്രമല്ല, അവർക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ ഒറ്റയ്ക്കല്ല. വൈകുന്നേരം ഒത്തുകൂടാനും ചിരിക്കാനും സങ്കടം പങ്കുവയ്ക്കാനും അവർക്ക് ആളുകളുണ്ട്. ഏകാന്തത പുകവലിയേക്കാൾ അപകടകരമാണെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് കവലകളിലും തറവാടുകളിലും ഉണ്ടായിരുന്ന ആ ഒത്തുകൂടലുകൾ, അത് വെറും വർത്തമാനമായിരുന്നില്ല, അതൊരു തെറാപ്പിയായിരുന്നു. 2026-ൽ സോഷ്യൽ മീഡിയയിലെ 1000 ഫ്രണ്ട്സിനേക്കാൾ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന 2 നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. മനസ്സ് തുറന്ന് ചിരിക്കുക. ചിരിയൊരു വ്യായാമമാണ്. ചിരിക്കുമ്പോൾ സ്ട്രെസ് കുറയും, മുഖത്തെ പേശികളായെയും യൗവനം തുളുമ്പും. ഇപ്പോൾ നമ്മളൊരു വലിയ യാത്രയുടെ 3/4 ഭാഗം പിന്നിട്ടു. ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടു. പക്ഷെ ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അറിവ് ശക്തിയല്ല, അറിവ് പ്രയോഗിക്കുമ്പോഴാണ് അത് ശക്തിയാകുന്നത്. നോളജ് ഇസ് നോട്ട് പവർ, ആക്ഷൻ ഇസ് പവർ. പലരും ജനുവരി 1-ന് വലിയ ആവേശത്തിൽ തുടങ്ങും. ജനുവരി 10 ആകുമ്പോൾ നിർത്തും. എന്തുകൊണ്ട്? കാരണം അവർക്കൊരു സിസ്റ്റമില്ല. അടുത്ത ഭാഗത്തിൽ ഈ 2026 മുഴുവൻ എങ്ങനെ മടുപ്പില്ലാതെ ഈ ശീലങ്ങൾ കൊണ്ടുപോകാം എന്നതിനുള്ള പ്രാക്ടിക്കൽ ആക്ഷൻ പ്ലാൻ ഞാൻ തരാം. എങ്ങനെ ഒരു ദിനചര്യ സെറ്റ് ചെയ്യാം, തടസ്സങ്ങൾ വരുമ്പോൾ എങ്ങനെ മറികടക്കാം. തയ്യാറല്ലേ? നമുക്ക് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. നമുക്കെല്ലാവർക്കും ആവേശത്തിനൊട്ടും കുറവില്ല. നാളെ മുതൽ ഞാൻ പുലിയാണെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. ആദ്യത്തെ ദിവസം 5 മണിക്ക് എഴുന്നേൽക്കും, ഓടും, പച്ചക്കറി മാത്രം കഴിക്കും. 3-ാം ദിവസം കാലുവേദനിക്കും, 4-ാം ദിവസം മഴ പെയ്യും, 5-ാം ദിവസം ഇന്നത്തേക്ക് വേണ്ട, നാളെ ആകട്ടെ എന്ന് മനസ്സ് പറയും. അതോടെ ആ അധ്യായം തീർന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? കാരണം നമ്മൾ ഒരേ സമയം എല്ലാം മാറ്റാൻ ശ്രമിക്കുന്നു. ശരീരം പെട്ടെന്നുള്ള മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അത് പഴയ സുഖത്തിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കും. 2026-ൽ നമ്മൾ ജയിക്കാൻ പോകുന്നത് ആവേശം കൊണ്ടല്ല,
തന്ത്രം കൊണ്ടാണ്. അതിന് ജപ്പാനുകാരുപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കൈസൻ. ചെറിയ തുടർച്ചയായ മാറ്റങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം. നാളെ മുതൽ മാരത്തോൺ ഓടണ്ട, പകരം ഷൂസ് ഇട്ട് 5 മിനിറ്റ് മാത്രം നടക്കുക. നാളെ മുതൽ ഭക്ഷണം മുഴുവൻ മാറ്റണ്ട, പകരം ഉച്ചഭക്ഷണത്തിൽ ഒരു പാത്രം സലാഡ് കൂടി ഉൾപ്പെടുത്തുക. ഈ ചെറിയ മാറ്റങ്ങൾ തലച്ചോറിന് ഭാരമായി തോന്നില്ല. അങ്ങനെ അത് നമ്മുടെ ശീലമായി മാറും. നമുക്കൊരു റുട്ടീൻ ഉണ്ടാക്കിയാലോ? ഇത് കല്ലിൽ കൊത്തിയ നിയമമല്ല, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. എങ്കിലും ഒരു അടിസ്ഥാനമിതാ. രാവിലെ 6 മണിക്ക് ഉണരുന്നു. ഫോൺ നോക്കില്ല. ആദ്യം 2 ഗ്ലാസ് വെള്ളം. 6:15-ന് 10 മിനിറ്റ് വെയിൽ കൊള്ളുന്നു, അല്ലെങ്കിൽ ചെറിയ സ്ട്രെച്ചിങ്. 8 മണിക്ക് പ്രഭാതഭക്ഷണം. പുട്ടും കടലയും കഴിച്ചോളൂ. കൂടെ 2 മുട്ടയുടെ വെള്ളയോ കുറച്ച് പയറോ ചേർത്ത് പ്രോട്ടീൻ ഉറപ്പാക്കുക. ഉച്ചയ്ക്ക് 1-ന് ഊണ്. ചോറ് കുറവ്, കറികൾ കൂടുതൽ. വൈകുന്നേരം 5:30-ന് 30 മിനിറ്റ് നടത്താം. പാട്ട് കേട്ടോ കൂട്ടുകാരോട് സംസാരിച്ചോ ആസ്വദിച്ച് നടക്കുക. രാത്രി 8 മണിക്ക് അത്താഴം, കഴിയുന്നത്ര ലഘുവായത്. രാത്രി 9:30-ന് സ്ക്രീൻ ഓഫ്, കുടുംബത്തോടൊപ്പം വർത്തമാനം. 10:30-ക്ക് ഉറക്കം. കണ്ടില്ലേ, ഇത് ചെയ്യാൻ വലിയ കഷ്ടപ്പാടില്ല. പക്ഷേ ഇത് 365 ദിവസം ചെയ്താലുണ്ടാകുന്ന മാറ്റം ഭീകരമായിരിക്കും. ശീലങ്ങളെക്കുറിച്ചൊരു നിയമമുണ്ട്. ഒരു പുതിയ കാര്യം ശീലമാകാൻ 21 ദിവസം വേണം. അതൊരു ജീവിതശൈലിയായി, ലൈഫ് സ്റ്റൈലായി മാറാൻ 90 ദിവസം വേണം. ആദ്യത്തെ 21 ദിവസം കഷ്ടമായിരിക്കും. ശരീരം പ്രതിഷേധിക്കും. എനിക്ക് ബിരിയാണി വേണം, എനിക്ക് ഉറങ്ങണം എന്നത് വാശി പിടിക്കും. ആ സമയത്ത് വിട്ടുകൊടുക്കരുത്. 21 ദിവസം പിടിച്ചു നിന്നാൽ 22-ാം ദിവസം മുതൽ ശരീരം നിങ്ങളെ സഹായിച്ചു തുടങ്ങും. പിന്നെ നടക്കാതിരുന്നാലാണ് ബുദ്ധിമുട്ട് തോന്നുക. സാലഡ് കഴിക്കാതിരുന്നാലാണ് ക്ഷീണം തോന്നുക. അതാണ് മാജിക്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ബോറാണ്. അതുകൊണ്ട് ഈ 2026-ലെ ഈ ഹെൽത്ത് ചാലഞ്ചിൽ ഒരാളെ കൂടെ കൂട്ടുക. അത് നിങ്ങളുടെ ഭാര്യയാകാം, ഭർത്താവാകാം, സുഹൃത്താകാം. പരസ്പരം ഓർമ്മിപ്പിക്കുക. ഇന്ന് നടന്നോ, ഇന്ന് മധുരം കഴിച്ചോ എന്ന് ചോദിക്കുക. നമ്മൾ നമുക്ക് വേണ്ടി കള്ളം പറയും, പക്ഷെ മറ്റൊരാളോട് ഉത്തരം പറയേണ്ടി വരുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കും. ഇതൊരു പ്രധാന കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെടും. ഒരു കല്യാണത്തിന് പോയി ഡയറ്റ് തെറ്റിക്കും, അല്ലെങ്കിൽ തിരക്ക് കാരണം 2 ദിവസം നടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം പോയി ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് നിർത്തരുത്. വീഴുന്നത് സ്വാഭാവികം. എഴുന്നേൽക്കുന്നതാണ് ഹീറോയിസം. ഒരു ദിവസം മുടങ്ങിയാൽ അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക. നിങ്ങളുടെ ആരോഗ്യം ഒരു പരീക്ഷയല്ല, അതൊരു യാത്രയാണ്. അതിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും, വഴിതെറ്റും. സാരമില്ല, വണ്ടി തിരിച്ചുവിട്ടാൽ മതി. ഇനി വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചുരുക്കി മനസ്സിൽ തറക്കുന്ന രീതിയിൽ 5 സുവർണ നിയമങ്ങളായി ഞാൻ പറഞ്ഞുതരാം. ഈ 5 നിയമങ്ങൾ നിങ്ങളുടെ ഫ്രിഡ്ജിലോ പേഴ്സിലോ എഴുതിവെക്കണം. കാരണം ഇതാണ് 2026-ൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നത്. തയ്യാറാണോ ആ ഫൈനൽ സമ്മറി കേൾക്കാൻ? സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി അതെല്ലാം മറന്നാലും ഈ 5 കാര്യങ്ങൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കുക. ഇത് 2026-ൽ നിങ്ങളുടെ മന്ത്രമായിരിക്കട്ടെ. ഭക്ഷണം മരുന്നാക്കുക. പാക്കറ്റിൽ വരുന്നതും വെളുത്ത വിഷമായ പഞ്ചസാരയും കുറയ്ക്കുക. മഴവിൽ നിറമുള്ള പച്ചക്കറികളും നല്ല കൊഴുപ്പും ഒമേഗ-3 കഴിക്കുക. ഓർക്കുക, നിങ്ങളുടെ വയറാണ് നിങ്ങളുടെ 2ാം തലച്ചോറ്. ചലനമാണ് ജീവൻ. ജിമ്മിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇരിക്കരുത്. നടക്കുക, പടികൾ കയറുക. ദിവസവും 30 മിനിറ്റ് ശരീരത്തെ ഒന്ന് വിയർപ്പിക്കുക. പേശികളെ സംരക്ഷിക്കുക. ഉറക്കം ഒരാഡംബരമല്ല. രാത്രി 10:30-ന് മുൻപ് ഉറങ്ങാൻ ശീലിക്കുക. 7-8 മണിക്കൂർ ഗാഢനിദ്ര നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് റിപ്പയർ ചെയ്യും. ഉറക്കമാണ് ഏറ്റവും വലിയ ആന്റി ഏജിംഗ് മരുന്ന്. മനസ്സിനെ വിഷവിമുക്തമാക്കുക. സ്ട്രെസ് കുറയ്ക്കാൻ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുക. ക്ഷമിക്കുക, മറക്കുക. ചിരിക്കാൻ അവസരം കണ്ടെത്തുക. നല്ല സൗഹൃദങ്ങളെ ചേർത്തുപിടിക്കുക. തുടർച്ചയാണ് വിജയം. ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം നടക്കില്ല. ചെറിയ മാറ്റങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. വീണാൽ എഴുന്നേൽക്കുക, നിർത്താതിരിക്കുക. ഇനിയൊരു നിമിഷം 2026 ഡിസംബർ 31-ലേക്കൊന്ന് യാത്ര ചെയ്യാം. അന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്താണ്? ഒരാശുപത്രി കിടക്കയിൽ മരുന്നുകൾക്ക് നടുവിൽ കിടക്കുന്ന നിങ്ങളെയാണോ, അതോ ഊർജത്തോടെ മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം ഓടിക്കളിക്കുന്ന മുഖത്ത് തെളിച്ചമുള്ള ആരോഗ്യവാനായ നിങ്ങളെയാണോ? ആ തീരുമാനമെടുക്കേണ്ടത് ഇന്നാണ്, ഇപ്പോഴാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയും. എന്നെ സംരക്ഷിച്ചതിന് നന്ദി എന്നതോരോ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിക്കും. രോഗങ്ങളില്ലാത്ത, മരുന്നുകളില്ലാത്ത, ഭയമില്ലാത്ത ഒരു ജീവിതം. അത് നിങ്ങളുടെ അവകാശമാണ്.
അതാർക്കും വിട്ടുകൊടുക്കരുത്. ഈ വീഡിയോ വെറുമൊരു ഇൻഫർമേഷൻ അല്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. നമ്മൾ മറന്നുപോയ ചില ശരികളിലേക്കുള്ള തിരിച്ചുപോക്ക്. ഈ അറിവുകൾ നിങ്ങൾക്കു മാത്രം ഗുണം ചെയ്താൽ പോരല്ലോ. ഇത് കാണേണ്ട ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, അവർക്കും ഈ മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി താഴെ ലൈക്ക് ബട്ടൺ അമർത്തുക. അത് ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ഇതുപോലുള്ള ജീവിതം മാറ്റിമറിക്കുന്ന അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ അടുത്ത വീഡിയോ വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ 2026-ലെ ഏറ്റവും വലിയ ഹെൽത്ത് റെസല്യൂഷൻ എന്താണ്? ഞാൻ പഞ്ചസാര കുറയ്ക്കും എന്നാണോ? ഞാൻ നടക്കാൻ തുടങ്ങും എന്നാണോ? അത് താഴെ കോമന്റ് ചെയ്യൂ. നിങ്ങളുടെ കോമന്റുകൾ മറ്റുള്ളവർക്കും പ്രചോദനമാവട്ടെ. ആരോഗ്യമുള്ള ഒരു തലമുറയെ നമുക്കൊന്നിച്ചു വാർത്തെടുക്കാം. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.